ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലവ് ആൻഡ് ഡു വാട്ട് യു വിൽ. സ്നേഹിക്കുക, പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. സ്നേഹത്തെക്കുറിച്ച് വാതോരാതെ സംസാരിച്ച നമ്മുടെ സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസിൻ്റെ സൗഹൃദത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ജീവിതത്തിലും ചിന്തകളിലും സൗഹൃദത്തിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. മനുഷ്യ സ്വഭാവം തന്നെ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിച്ച് സ്നേഹത്തിലും കൂട്ടായ്മയിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണെന്ന് അഗസ്റ്റിൻ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സൗഹൃദം വെറും സന്തോഷങ്ങളും താല്പര്യങ്ങളും പങ്കിടുന്നതിലല്ല, മറിച്ച് സ്നേഹത്തിലും വിശ്വാസത്തിലും സത്യത്തിലും അധിഷ്ഠിതമായ ആത്മബന്ധമാണ്. അഗസ്റ്റിൻ്റെ കൺഫെഷൻസ് എന്ന കൃതിയിൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദ അനുഭവങ്ങൾ വളരെ ഹൃദയസ്പർശിയായി പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തായ നെബ്രിഡിയസിനെ എൻ്റെ ആത്മാവിൻ്റെ പാതി എന്നാണ് അഗസ്റ്റിൻ വിളിച്ചിരുന്നത്. നെബ്രിഡിയസിൻ്റെ മരണത്തിൽ അനുഭവിച്ച ദുഃഖം അദ്ദേഹത്തെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. മനുഷ്യസ്നേഹം വളരെ വിലപ്പെട്ടതാണെങ്കിലും ദൈവത്തിൽ വേരൂനാത്ത സ്നേഹം നഷ്ടത്തിൻ്റെ വേദനയിൽ തകർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനം ദൈവസ്നേഹമായിരിക്കണമെന്ന് അഗസ്റ്റിൻ വാശി പിടിച്ചത്. ദൈവമാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഉറവിടം. അഗസ്റ്റിൻ്റെ ക്രൈസ്തവ ചിന്തയിൽ ദൈവത്തെ ഒഴിവാക്കിയുള്ള സൗഹൃദം അപൂർണമാണ്. ദൈവസ്നേഹത്തിൽ വേരൂന്നിയ സൗഹൃദമാണ് കൂടുതൽ ശുദ്ധവും നിലനിൽക്കുന്നത്. സൗഹൃദം ദുഃഖം കുറയ്ക്കുന്നു. തൻ്റെ അമ്മ മോനിക്കായുടെ മരണശേഷം അനുഭവിച്ച ദുഃഖത്തെക്കുറിച്ച് അഗസ്റ്റിൻ കൺഫെഷൻസിൽ എഴുതുമ്പോൾ മനുഷ്യബന്ധങ്ങളുടെ ആഴവും വേർപാടിൻ്റെ വേദനയും വ്യക്തമാക്കുന്നു. അഗസ്റ്റിൻ്റെ സൗഹൃദത്തെ ദൈവം തരുന്ന രണ്ടാമത്തെ സ്ഥാനം എന്നാണ് വിളിച്ചത്. അപ്പോൾ ഒന്നാമത്തേത് ഏത് എന്ന് ചോദ്യം വന്നേക്കാം. അത് ദൈവം തന്നെയാണ്. സൗഹൃദം = കണ്ണാടി. അഗസ്റ്റിൻ പറയുന്നു, സുഹൃത്തിനെ നോക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ കാണുന്നു. യഥാർത്ഥ സുഹൃത്ത് നമ്മുടെ കണ്ണാടിയാണ്, നമ്മുടെ നന്മയും കുറവും കാണിച്ചു തരുന്നവൻ. അലിപ്പിയൂസ് അഗസ്റ്റിനോട് ചെയ്തത് അതാണ്. അഗസ്റ്റിൻ തെറ്റായ വഴിയെ പോകുമ്പോൾ അവൻ വിട്ടില്ല. കൂടെ നിന്ന്, വാ അഗസ്റ്റിനെ, നമുക്ക് സത്യം തിരയാം എന്ന് പറഞ്ഞു. അവരുടെ സൗഹൃദം സത്യാന്വേഷണം, ആത്മീയ വളർച്ച, പരസ്പര പിന്തുണ എന്നിവയ്ക്ക് മാതൃകയായി. മറ്റൊരു വാക്കിൽ ആത്മാക്കളുടെ കൂടിച്ചേരലാണ് വിശുദ്ധ അഗസ്റ്റിന് സൗഹൃദം. അഗസ്റ്റിൻ തൻ്റെ കൺഫെഷൻസിൽ പറയുന്നു, സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് വിശ്രമം കണ്ടെത്തുന്നു. When I talk with my friends, my soul finds rest. അദ്ദേഹത്തിന് സൗഹൃദം എന്നാൽ രണ്ടാത്മാക്കൾ ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നടക്കുന്നതാണ്. ഒറ്റയ്ക്ക് ദൈവത്തെ കണ്ടെത്താൻ പ്രയാസമാണ്. സുഹൃത്തുക്കൾ ഒപ്പമുണ്ടെങ്കിൽ ആ യാത്ര എളുപ്പമാകും. ആരാണ് യഥാർത്ഥ സുഹൃത്ത്? അഗസ്റ്റിൻ അഭിപ്രായത്തിൽ യഥാർത്ഥ സുഹൃത്ത് നന്മയിലേക്ക് നയിക്കുന്നവനാണ്, തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തുന്നവനാണ്, സത്യം പങ്കിടുന്നവനാണ്, ദൈവത്തിൽ ഒന്നിക്കുന്നവനാണ്. അവസാനമായി 4 നിയമങ്ങളാണ് സൗഹൃദത്തെക്കുറിച്ച് അഗസ്റ്റിൻ നമുക്ക് പറഞ്ഞു തരുന്നത്. സത്യം പങ്കിടുക, നന്മയിലേക്ക് വലിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തിൽ വേരൂന്നുക. വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. സ്തുതിയായിരിക്കട്ടെ. നവനാൾ പ്രാർത്ഥന. വിശുദ്ധ അഗസ്റ്റിനെ, സ്നേഹത്തിൽ ഹൃദയങ്ങളെ ഒന്നിപ്പിച്ച അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് തരണമേ. സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുവാനും വേദനിക്കുന്നവരോടൊപ്പം നിൽക്കാനും സത്യത്തിലും വിശ്വാസത്തിലും സൗഹൃദം വളർത്താനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഒരു മനസ്സും ഒരാത്മാവുമായി സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും ജീവിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ സൗഹൃദങ്ങൾ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുന്ന വിശുദ്ധമായ ബന്ധങ്ങളാകട്ടെ. വിശുദ്ധ അഗസ്റ്റിനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.